തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. രോഗികൾക്ക് സൗജന്യ സേവനമൊരുക്കുന്ന വാഴക്കുളം ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥം ചായ കാർണിവൽ ആരംഭിച്ചു. 15 മുതൽ 17 വരെ വാഴക്കുളം കല്ലൂർക്കാട് കവലയിൽ വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയാണ് ചായ കാർണിവൽ നടത്തപ്പെടുന്നത്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ എന്നും മുന്നിൽ നിൽക്കുന്ന വാഴക്കുളത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പുതിയ ചുവടുവയ്പിന് തുടക്കം. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ഫണ്ട് ശേഖരണാർത്ഥം വാഴക്കുളത്ത് ചായ കാർണിവൽ ആരംഭിച്ചു. രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു നൽകുന്നതിനായി പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെന്റർ 1 വർഷം 7000-ഓളം ഡയാലിസിസുകൾ ചെയ്തു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ധനശേഖരണാർത്ഥമാണ് 15 മുതൽ 17 വരെ വാഴക്കുളത്ത് കല്ലൂർക്കാട് കവലയിൽ വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ ചായ കാർണിവൽ നടത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനാർത്ഥമാണെങ്കിലും സ്വാദിഷ്ടമായ വിഭവങ്ങൾ കാർണിവലിൽ ലഭിക്കും. 7 സ്റ്റാളുകളിലായി വ്യത്യസ്ത രുചിയുള്ള ചായയും വിവിധയിനം ഫ്രഷ് ജ്യൂസും സ്നാക്സും ദോശ, ഓംലറ്റ്, കപ്പ തുടങ്ങിയ വിഭവങ്ങളും ചായ കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ വനിതാ വിങ്ങിന്റെ നാടൻ വിഭവങ്ങളുടെ സ്റ്റാൾ കൈപുണ്യവും ഡയാലിസിസ് രജിസ്ട്രേഷനും ഒരുക്കിയിട്ടുണ്ടെന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജോ സെബാസ്റ്റ്യൻ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബാണ് വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ്. ഈ ക്ലബ്ബിൽ അംഗങ്ങളെ ചേർക്കുന്നതിനും ഇതിൻ്റെ ധനശേഖരണാർത്ഥവുമാണ് നമ്മൾ വാഴക്കുളത്ത് പൈനാപ്പിൾ സിറ്റിയിൽ ചായ കാർണിവൽ എന്ന ഒരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള സ്വീകരണമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഏതാണ്ട് 500 ഡയാലിസിനുള്ള തുക ഇവിടെ വെച്ച് തന്നെ ആളുകൾ ഞങ്ങൾക്ക് കൈമാറി. അത് ഇതിൻ്റെ സംഘാടകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്പാദന ചെലവ് മാത്രം ഈടാക്കി ബാക്കി തുക മുഴുവനും സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കാണ് നൽകുന്നത്. 1000-ഓളം രൂപ ചെലവിൽ 1 വർഷം 7000 ഡയാലിസിസുകളാണ് സെന്ററിൽ ചെയ്യുന്നതെന്ന് ഡയാലിസിസ് ടെക്നിക്കൽ അഡ്വൈസർ മാത്യൂസ് നമ്പേലി പറഞ്ഞു. 7000 ഡയാലിസിസ് ചെയ്യുമ്പോൾ അത് മുഴുവൻ ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്തു നൽകേണ്ടത്. കാര്യം ഏറ്റവും ബുദ്ധിമുട്ടുന്ന രോഗികളാണ് ഡയാലിസിസ് രോഗികൾ. അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു നൽകണമെങ്കിൽ ഒരു ഡയാലിസിസിന് 1000 രൂപ വെച്ച് ഏകദേശം അപ്പോൾ 60-70 ലക്ഷം രൂപയോളം ചിലവാകും. അപ്പോൾ അത് വാഴക്കുളത്തെ ഈ നല്ലവരായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് തന്നെയാണ് അത് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അത് കളക്ട് ചെയ്യുന്നതിനുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കഴിഞ്ഞ ഈ ഉദ്ഘാടനം തുടങ്ങിയത് തന്നെ പല രീതിയിലുള്ള പരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ചായ കാർണിവൽ. അത് വാഴക്കുളത്തെ മുഴുവൻ ജനങ്ങളിലേക്കും ഇത് എത്തിക്കുക, എല്ലാവരെയും ഈ ഒരു മെസ്സേജ് ചെല്ലുകയും എല്ലാവരെയും ഇത് പങ്കാളികളാക്കുന്നതിനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടാവുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരുക്കിയ ചായ കാർണിവലിന് വൻ സ്വീകാര്യതയാണ് വാഴക്കുളത്ത് ലഭിക്കുന്നത്. വാഴക്കുളം ചാരിറ്റിയുടെ പ്രദേശമായി മാറുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കുറെ ആളുകൾ വരുന്നുണ്ട്, കുറെ പേരുടെ സഹകരണവും എല്ലാം ഉണ്ട്. എന്തുകൊണ്ടും നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു ലക്ഷ്യമൊക്കെ ഇതിനുണ്ട്. നമ്മുടെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്തെത്തിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വന്നതിന് ശേഷമാണ് അറിയുന്നത് ഇവിടെ ഇത്ര വിശാലമായ ഒരു സൗകര്യവും ഇത്രയും വിശാലമായ സംഗതികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും വാഴക്കുളംകാർക്ക് ഇത് അഭിമാനമാണ്. എന്ത് സ്തുതിക്കും. പൈനാപ്പിളിന്റെ നാട് എന്ന് പറയുന്ന വാഴക്കുളം നാളെ ഒരു സേവനത്തിന്റെ നാളായി മാറും. കാർണിവലിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ബാൻഡ് മ്യൂസിക്, ഗായകൻ വിപിൻ മർട്ടിന്റെ പാട്ട് എന്നിവയും നടത്തപ്പെട്ടു. പതിനാറിന് മാജിക് ഷോ, നൃത്തസന്ധ്യ, 17-ന് ഗാനമേള, പഞ്ചഗുസ്തി മത്സരം എന്നിവയും നടത്തപ്പെടും. ഒപ്പം വാഴക്കുളം മേഖലയിലെ കലാകാരന്മാരുടെ പരിപാടികളും വിവിധ ദിവസങ്ങളിലായി നടക്കും.
ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ഫണ്ട് ശേഖരണാർത്ഥം ഫെഡറൽ ബാങ്ക് വാഴക്കുളം ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.